എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സൈപ്രസിൽ മോഡി പോയത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി അവർ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകുകയുണ്ടായിരുന്നു. അപ്പോൾ മോഡിയുടെ ഇപ്പോഴത്തെ സൈപ്രസ് സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മോഡിയുടെ ഒരു അതിബുദ്ധിയാണ്, നയതന്ത്ര തലത്തിലുള്ള ഒരു കുതിച്ചുചാട്ടമാണ് ഇത് വെളിവാക്കുന്നത്. നമുക്കിതിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകാം. അതായത് മോഡിയുടെ സൈപ്രസ് സന്ദർശനം തുർക്കിക്കുള്ള ഒരു മുന്നറിയിപ്പ് ആയിട്ടാണ് ലോകരാജ്യങ്ങൾ ഇതിനെ കാണുന്നത്. അതായത് സൈപ്രസിന് തുർക്കിയുമായി പതിറ്റാണ്ടുകളുമായുള്ള ഒരു വൈരമുണ്ട്. അതായത് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴിയിലെ നിർണായക കണ്ണിയാണ് സൈപ്രസ്. നമുക്ക് കുറച്ച് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പാകിസ്ഥാന് ഇന്ത്യ കനത്ത തിരിച്ചടി അല്ലെങ്കിൽ കനത്ത മറുപടി നൽകിയിട്ടുണ്ടായി. അപ്പൊ ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാന് പിന്തുണയുമായി എത്തിയ ഒരു രാജ്യമുണ്ടായിരുന്നു, അത് തുർക്കിയായിരുന്നു. തുർക്കിയുടെ ചില വിമാനങ്ങളും ചില ഡ്രോണുകളും ആണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ തുർക്കിക്കെതിരെ വൻ ജനരോഷമാണ് ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നരേന്ദ്രമോദി നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനം സൈപ്രസിനെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ് സൈപ്രസിനെ മോഡി തിരഞ്ഞെടുത്തത്? അതായത് തുർക്കിയുമായി പതിറ്റാണ്ടുകളുമായി അസ്വാരസ്യമുള്ള ഒരു രാജ്യമാണ്. അതായത് ചരിത്രത്തിലേക്ക് വീണ്ടും നമ്മൾ പോയി കഴിഞ്ഞാൽ സൈപ്രസിനെ ഗ്രീസുമായി ലയിപ്പിക്കാൻ തുർക്കി ഒരു സൈനിക അധിനിവേശം അത് 1974 നടത്തിയിരുന്നു. സൈപ്രസ് ദ്വീപിന്റെ വടക്കുകിഴക്കൻ ഭാഗം തുർക്കി റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് എന്ന പേരിൽ തുർക്കി പ്രഖ്യാപിച്ചിരുന്നു. അത് തുർക്കി മാത്രം അംഗീകരിച്ച ഒരു സംസ്ഥാനമാണത്. അപ്പൊ ഈ സാഹചര്യത്തിൽ സൈപ്രസിന് തുർക്കിയോട് വലിയ അസ്വാരസ്യങ്ങളാണ് ഉള്ളത്. അതുകൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സൈപ്രസ് പഹൽഗാം ഭീകരാക്രമണത്തിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അപ്പൊ തുർക്കി പാകിസ്ഥാൻ ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ ക്ഷീണിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമായാണ് നമ്മുടെ പഹൽഗാമിന് ശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനത്തിൽ തുർക്കി തെരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം അത് നയതന്ത്ര രംഗത്തുള്ള ഒരു ബുദ്ധികൂർമ്മതയാണ് അതിൽ നിന്ന് നമുക്ക് വെളിവാകുന്നത്. അതുകൂടാതെ ഇന്ത്യയും യൂറോപ്യൻ തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി അതിലെ ഒരു നിർണായക കണ്ണിയാണ് സൈപ്രസ്. അപ്പൊ അതുകൂടാതെ സൈപ്രസിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നായ യൂറോ ബാങ്ക് മുംബൈയിൽ ഓഫീസ് തുടങ്ങാനുള്ള ഒരു ഉദ്ദേശവും അടുത്തിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ യൂറോപ്യൻ യൂണിയനിൽ പ്രവേശിക്കുന്ന ഇന്ത്യൻ ബിസിനസ്സുകൾക്കുള്ള ഒരു കവാടമായി സൈപ്രസിനെ സ്ഥാപിക്കുക, യൂറോപ്പ്, ദക്ഷിണേഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക തുടങ്ങിയവയും ഇന്ത്യയുടെ സൈപ്രസുമായുള്ള ഈ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട്. അതുകൂടാതെ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി കൂടാതെ ഒരു 100ഓളം ഉദ്യോഗസ്ഥരുടെ ഒരു സംഘമാണ് സൈപ്രസ് ഇപ്പൊ സന്ദർശിച്ചത്. 2 പതിറ്റാണ്ടിലേറെയായി സൈപ്രസിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമാണ്. ഇതിനു മുമ്പ് സന്ദർശനം നടത്തിയത് 1982 ഇന്ദിരാഗാന്ധി, അതുകൂടാതെ 2002 അടൽ ബിഹാരി വാജ്പേയി. ഇവര് രണ്ടുപേരുമാണ് ഇതിനു മുമ്പ് സന്ദർശനം നടത്തിയത്. അപ്പൊ ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം അതിന്റെ പുതിയ സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനം തുർക്കിക്കുള്ള ഒരു കടുകട്ടിയായ സന്ദേശമായിട്ടാണ് ആധുനിക ലോകം ഇതിനെ കാണുന്നത്.